നമ്മുടെ മഹാനടനായ തിലകൻ്റെ ഒരു കഥ വായിച്ചു. കഥയല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവം. അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന സമയത്ത് മലയാളം അധ്യാപകൻ ചോദിച്ചു, എന്താടാ ഈ തിലകൻ എന്ന പേരിൻ്റെ അർത്ഥം? അപ്പം തിലകൻ പറഞ്ഞു, പൊട്ടുള്ളവൻ എന്നാണ് അർത്ഥം സാർ എന്ന് പറഞ്ഞു. അപ്പം അധ്യാപകൻ പറഞ്ഞു, അല്ലടാ, തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട്, അപ്പം തിലകൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻ എന്നല്ലേ അർത്ഥം? കുട്ടികളാകെ ചിരിച്ചു. തിലകൻ തിരിച്ചു ചോദിച്ചു, സർ, ദശരഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ 10 രഥം എന്നാണ് അർത്ഥമെന്ന് അധ്യാപകൻ പറഞ്ഞു. അപ്പോൾ തിലകൻ ചോദിച്ചു, ദശരഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം എന്തായിരിക്കും? അപ്പോൾ 10 രഥങ്ങൾ ഉള്ളവൻ എന്നാണ്. അപ്പോൾ ആ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ തിലകൻ അങ്ങനെയാണെങ്കിൽ പൊട്ടുള്ളവനാകാമല്ലോ. പിന്നെ തിലകൻ പറഞ്ഞത്, താങ്കൾ എന്നെ പഠിപ്പിക്കാൻ യോഗ്യനല്ല, അധ്യാപകനോട് പറഞ്ഞു. അധ്യാപകൻ അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. തിലകൻ ഒരു ഗൈഡ് ഉപയോഗിച്ച് മലയാളം പരീക്ഷ 100-ൽ 89 മാർക്കിൽ പാസ്സായി. ഇദ്ദേഹത്തിന് മാർക്ക് കുറയുമെന്ന് കരുതി അധ്യാപകൻ, എത്രയാണ് നിന്റെ മാർക്കെന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം ഈ മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഇനിയെങ്കിലും രാജിവെച്ച് പോയിക്കൂടെ? അധ്യാപനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരാൾ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നത് ആദ്യം ആരാണോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് ആ അധ്യാപിക ഇഷ്ടപ്പെടുന്നതിലൂടെയാണ് ആ വിഷയത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇതൊരു വലിയൊരു മോറൽ സ്റ്റോറിയായിട്ട് തോന്നി ഷെയറിങ് ചെയ്യുന്നു. താങ്ക് യു.